ഹലോ ഗായ്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളായി വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. നാട്ടിൽ പോയിട്ട് ഇങ്ങ് വന്നതിന് ശേഷം ചെറിയ പനിയും അങ്ങനെ ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓക്കെയാണ്, സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നൊരു ചെറിയ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. രാവിലെ കുറച്ച് ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സമയം 1:15 ആയിട്ടുണ്ട്. അതിന്റെ കുറച്ച് നമുക്ക് ബീഫ് വെക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ വേണമല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പൊ അതെല്ലാം റെഡി ആയിട്ട് വന്നപ്പം ഇത്രയും സമയമായി. എല്ലാവരും വീട്ടിൽ വെക്കുന്നത് പോലെ ഒരു സാധാ ബീഫ് കറിയാണ്. അപ്പം പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ഒരു മുതുക്ക് ഉരുളിയാണേ. സത്യം പറഞ്ഞാൽ കുറച്ച് ചെറിയ ഉരുളിയായിരുന്നു മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷെ കയ്യിൽ കിട്ടിയപ്പോൾ കുറച്ച് മുതുക്കായിപ്പോയി. നമ്മൾ തേങ്ങ ചെറുതാക്കിയില്ല അല്ലേ? എന്തായാലും ഗ്യാസ് ഓൺ ചെയ്യാം. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഞാൻ തേങ്ങ ഒന്ന് കട്ട് ചെയ്ത് ചെറുതാക്കാം. നമ്മൾ 1 കിലോ ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതില് ഫുള്ള് എടുത്തിട്ടില്ല. കുറച്ച് എനിക്ക് ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതിൽ നിന്ന് പകുതി ബീഫ് എടുത്തിട്ടാണ് കറി വെക്കുന്നത്. നമ്മൾ ഇതിന് മുന്നേയൊക്കെ ബീഫ് കറി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്യുന്ന ആൾക്കാരാണ്. എല്ലാ സമയത്തും ഭയങ്കര ടേസ്റ്റിലൊന്നും കിട്ടാറൊന്നുമില്ല. നമ്മളെ വീട്ടിലൊക്കെ അമ്മമാര് വെക്കുന്ന ഒരു രുചിയൊന്നും കിട്ടാറില്ല. എന്നാലും ഒരുവിധം സെറ്റാക്കിയൊക്കെ എടുക്കും. ഇത്ര മതിയല്ലേ? ഇതുപോലെ. ഓക്കെ, ഇത് ചൂടായോ? അപ്പൊ നമ്മുടെ ഉരുളി ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് എണ്ണ ഒഴിക്കാം. ഒരു കറക്റ്റ് അളവൊന്നുമില്ല കേട്ടാ. നമുക്ക് എത്ര വേണമെന്ന് തോന്നുന്നോ അത്രയും അളവ് നമുക്കിങ്ങ് ഒഴിക്കാം. പിന്നെ ബീഫിനൊക്കെ കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടെങ്കിലേ ടേസ്റ്റ് ഉള്ളൂ. അതിന് അളവൊന്നുമില്ല കേട്ടോ. കറക്റ്റ് എല്ലാം എൻ്റെ അളവാണ്, എൻ്റെ സ്വന്തം അളവുകളാണ് എല്ലാം. തൽക്കാലം നമുക്ക് ഇത്ര മതി. പിന്നീട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് കടുകിടാം. ഇത് മതി. കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്ത് കുറച്ച് തേങ്ങാക്കൊത്തും വറ്റൽ മുളകും ബേ ലീഫ് എന്ന് പറയും. ബേ ലീഫ് എന്നല്ലേ പറയുന്നത്? മറ്റേ നമ്മുടെ വയണ ഇല എന്നൊക്കെ പറയാം. അതിന്റെ ഉണക്കിയ ഇലയാണ് കേട്ടോ. സത്യം പറഞ്ഞ ഞാൻ വെക്കുന്ന രീതിയിലാണ്, എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാൻ വെക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഇത് എന്തുണ്ടാക്കി എടുക്കുന്നത് എന്നൊക്കെ തോന്നും. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ നമുക്ക് ഈ കടുക് പൊട്ടി. അപ്പൊ ഇതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തിടാം. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു ചെറിയ ബ്രൗൺ കളർ ആകട്ടെ. ഒരു 2 വറ്റൽമുളക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതൊന്ന് മൂക്കട്ടെ. എന്തായാലും ഇതെല്ലാം കൂടി ഇടുമ്പം എന്തായാലും ഒന്ന് മൂത്ത് വരുമ്പം മൊത്തത്തിൽ ഒരു ചെറിയ ബ്രൗൺ ആകും എല്ലാം കൂടി. ഈ ഒരു ഇലയും കൂടി ഇട്ടിട്ടുണ്ടേ. ഇത് മതി. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് ഇളക്കി കൊടുക്കാം. നമ്മുടെ ബീഫ് കറിയൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ വിറകടുപ്പില് ഇതുമാതിരി വലിയ ഉരുളിയിൽ വെക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അടുപ്പില് നമ്മൾ കുക്ക് ചെയ്തിട്ട് അതിങ്ങനെ കുറേ നേരം വേകാൻ വേണ്ടിയിട്ട് അടുപ്പിൽ വെച്ചേക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. എന്തായാലും ഇത് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതിടാം. ഓക്കെ, ഇതുവാണേ. ഇനി ഇതൊന്ന് അടിയിൽ പിടിക്കുന്നതിന് മുന്നേ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ഇടാം. എപ്പോഴും എല്ലാവരും പറയുന്നത് പോലെ തന്നെയാണ്, ബീഫ് കറിക്ക് ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത് ചെറിയ ഉള്ളി ഇടുമ്പോഴാണ്. ഞങ്ങൾ ഇതിൽ ഇന്ന് സവാള ഇടുന്നില്ല. ചിലപ്പോൾ ചില സമയത്തൊക്കെ ചെറിയ ഉള്ളിയുടെ കൂടെ സവാളയും കുറച്ച് ആഡ് ചെയ്യാറുണ്ട്. പക്ഷെ ഇന്ന് ഇട്ടുന്നില്ല. ഞാൻ ചെറിയ ഉള്ളി ഇതിലേക്ക് ഇടാൻ പോവുകയാണേ. കാര്യം അത് കുറച്ച് ചെറുതായിട്ടൊന്ന് കരിഞ്ഞ് വരുന്നുണ്ട്. അതിന് മുന്നേ ചെറിയ ഉള്ളി ഇടാം. ഇത് ഈ ചെറിയ ഉള്ളി നന്നായിട്ട് വഴറ്റി എടുക്കണം.
എന്തായാലും കുറച്ച് എണ്ണയും കൂടി ഒഴിക്കാം, കാര്യം ചെറുതായിട്ട് ഇത് അടിയിൽ പിടിക്കുന്നുണ്ട്. അപ്പം കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ, ശകലം ഉപ്പും കൂടി ഇടാം. അപ്പം ഉള്ളി പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഞാൻ ഇതൊരു കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല കേട്ടോ, ഞാൻ ഉണ്ടാക്കുന്നത് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങൾ ഇത് ട്രൈ ചെയ്യണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നെക്കാട്ടിൽ നിങ്ങൾ ഇതിനെക്കാട്ടി വെറൈറ്റി ആയിട്ട് വെക്കുമായിരിക്കും. ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി വീഡിയോയിലൂടെ കാണിച്ചു എന്ന് മാത്രമല്ലേ. തക്കാളിയും പച്ചമുളകും ഇട്ടു. ഇത് ഒന്ന് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുക്കാം, ഇളക്കിക്കൊണ്ടേയിരിക്കാം. അപ്പം ഇതെല്ലാം എൻ്റെ ഒരു കണക്കിന് ഞാൻ ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണേ. ഞാൻ എല്ലാം കൂടി ഇതിലേക്ക് ഇടുക. ഇതിന്റെ കൂടെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഓൾറെഡി ഞാൻ ബീഫ് മുന്നേ തന്നെ അതിനാവശ്യമായിട്ടുള്ള മസാലകളെല്ലാം ചേർത്ത് ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അത് കുറച്ച് മുന്നേ ഒരു 5 വിസിലല്ലേ, ഒരു 5 വിസിൽ കേൾപ്പിച്ചിട്ട് മാറ്റി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓൾറെഡി കുക്ക്ഡ് ആണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഇതിനാവശ്യമായിട്ടുള്ള മസാലകളെല്ലാം ചേർത്തിട്ട് ഞാൻ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിരുന്നു ബീഫ്. അപ്പം ഇനിയിപ്പം ഇതിലുള്ള സംഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. റെഡി എന്നല്ല, ഇത് ആഡ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് വേകാൻ വേണ്ടിയിട്ട് ഞാൻ അടച്ചു വെക്കാൻ പോവുകയാണ്. ഒന്ന് തിളയ്ക്കുമ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഉരുളൻകിഴങ്ങും കൂടി കട്ട് ചെയ്ത് ഇടുന്നുണ്ട്. എന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂർ വേണോ അല്ലേ, ഇനി ഒരു അരമണിക്കൂർ ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. എന്നാലേ അതെല്ലാം കൂടി മസാലകളെല്ലാം കൂടി ഒന്ന് പിടിച്ചിട്ട് സെറ്റായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അതിനുശേഷം ഞാൻ നിങ്ങൾ അത് വീഡിയോയിൽ കാണിക്കാമേ. ഹലോ ഗൈസ്, അങ്ങനെ ബീഫൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി കഴിക്കണം. എന്തായാലും ഇന്ന് നല്ല ലേറ്റാണ്, 3 മണി ആയിട്ടുണ്ടല്ലേ, 3 മണി ആയിട്ടുണ്ട്. ഇനി കഴിക്കണം. അപ്പൊ ഞാൻ ചോറിടട്ടെ. പപ്പടം കുറച്ച് ഉണങ്ങിപ്പോയി പപ്പടം. ഞാനേ നാരങ്ങ അച്ചാറും കൂടി എടുക്കട്ടെ. അപ്പം ഇതാണ് ഇന്നത്തെ ലഞ്ച്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇതിനിടയ്ക്ക് ഞങ്ങൾ ബീഫ് 1-2 വട്ടം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നേ. ഉപ്പും മറ്റ് ചേരുവകളൊക്കെ കറക്റ്റ് ആണോ നോക്കിയിട്ടുണ്ടായിരുന്നു. ടേസ്റ്റ് ചെയ്തു. അത് കഴിയുന്ന എനിക്കിഷ്ടപ്പെട്ടു. കാണുന്ന പോലെയൊക്കെ തന്നെയാണോ, നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിയുന്ന അപ്പൊ ഇത് കഴിക്കട്ടെ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഗൈസ്. ചെറിയൊരു കുക്കിംഗ് അത് കഴിക്കുന്നത് അതൊക്കെ തന്നെയാണ്. അപ്പൊ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതുപോലൊരു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.